എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇരട്ടി മധുരം. ഇതിന്റെ വേരാണ് പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലിസറൈസിൻ എന്ന ഘടകമാണ് അമിതമായ മധുരവും ഔഷധ ഗുണവും നൽകുന്നത്. ആയുർവേദ പ്രകാരം ഇത് തണുപ്പ് നൽകുന്ന ഒരു ഔഷധമാണ്. തൊണ്ടയിലെ അണുബാധ മാറ്റാനും ചർമ്മത്തിന് തിളക്കം നൽകാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇരട്ടി മധുരം ഉത്തമമാണ്. വായ്പുണ്ണും അസിഡിറ്റിയും മാറ്റാൻ ഇതിനോളം മികച്ചൊരു മരുന്ന് ഇല്ല എന്ന് തന്നെ പറയാം. ഇരട്ടി മധുരത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ഉപയോഗരീതിയും നോക്കാം. ചുമ, കഫക്കെട്ട്, ആസ്മ തുടങ്ങിയവയ്ക്ക് ഇരട്ടി മധുരം വലിയൊരു ആശ്വാസമാണ്. ഇത് ശ്വാസകോശത്തിലെ കഫത്തെ പുറന്തള്ളാൻ സഹായിക്കുന്നു. നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ, വയറിലെ അൾസർ എന്നിവയ്ക്ക് ഇരട്ടി മധുരം ഒരു ആവരണമായി പ്രവർത്തിക്കുകയും ആമാശയത്തിലെ ആസിഡിന്റെ നില ക്രമീകരിക്കുകയും ചെയ്യും. ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറാനും നിറം വർദ്ധിപ്പിക്കാനും ഇരട്ടി മധുരം സഹായിക്കും. അതുകൊണ്ട് തന്നെ പല വില കൂടിയ ക്രീമുകളിലും ഇത് ചേർക്കാറുണ്ട്. കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നു. ഒരു ചെറിയ കഷ്ണം ഇരട്ടി മധുരം വായിലിട്ട് ചവയ്ക്കുന്നതും അതിന്റെ നീര് സാവധാനം ഇറക്കുന്നതും വിട്ടുമാറാത്ത ചുമയും തൊണ്ടവേദനയും പെട്ടെന്ന് മാറാൻ സഹായിക്കും. ഇരട്ടി മധുരം പൊടിച്ചത് അല്പം തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടോ വായ കഴുകുന്നത് വായ്പുണ്ണിന് ഉടനടി ആശ്വാസം നൽകും. ഇരട്ടി മധുരത്തിന്റെ പൊടി പാലും തേനും ചേർത്ത് കുഴമ്പ് പോലെയാക്കി മുഖത്ത് പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇത് മുഖത്തിന് നല്ല നിറവും തിളക്കവും നൽകാൻ സഹായിക്കും. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഇരട്ടി മധുരത്തിന്റെ പൊടി ചേർത്ത് ഭക്ഷണത്തിന് മുൻപ് കുടിക്കുന്നത് അസിഡിറ്റിയും ഗ്യാസും കുറയ്ക്കാൻ സഹായിക്കും. ഇരട്ടി മധുരം പൊടിച്ചതും അല്പം കുങ്കുമപ്പൂവും പാലിൽ ചേർത്ത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നത് മുടി കൊഴിച്ചിൽ മാറാനും അകാലനര തടയാനും സഹായിക്കും. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ഇത് അമിതമായി ഉപയോഗിക്കരുത്.